ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാർക്ക് മാത്സ് എക്സാം ആയിട്ടുണ്ട്, നാളെ എക്സാം ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നേരെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ ട്രപ്പീസിയം. അപ്പൊ ട്രപ്പീസിയം തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, BC എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, CD എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്, AD 4 സെന്റിമീറ്റർ ആണ്. ആൻഡ് ആംഗിൾ എയും ആംഗിൾ ഡിയും എന്താണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? Find the sum of the parallel sides of the trapezium. Find the sum of the parallel sides of the trapezium. ഈ ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ്സ് കൂടിയിട്ട് ആഡ് ചെയ്യുക. A plus B plus C plus D. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എ ബി സി ഡി ഒക്കെയാണ് ഈ ട്രപ്പീസിയത്തിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പാരലൽ സൈഡ്സ് എന്താണ്? പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാല് ഇതാ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസ്. അപ്പൊ ഇതുമാണ് പാരലൽ. അപ്പൊ എയും ബിയും സിയും ഡിയും ആണ് പാരലല്. അപ്പൊ അതിന്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 6 plus 3 is equal to 9 ആണ്. 9 സെന്റിമീറ്റർ ആണ് സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ. അപ്പൊ എന്താണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് h ഇൻറ്റു A പ്ലസ് B ആണ്. ഹാഫ് നമ്മൾ അതേപോലെ ഇട്ടു. h എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ദ ട്രപ്പീസിയം. ഹൈറ്റ് ഓഫ് ദ ട്രപ്പീസിയം ആണ് ഇവിടെ തന്നിട്ടുള്ള 4 സെന്റിമീറ്റർ. അപ്പൊ 4 എടുത്തു. A എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3യും അടുത്ത B എന്ന് പറഞ്ഞാൽ ഈ 6ഉം. 3 plus 6. Okay, then half into 4. 3 plus 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 9 into 4 by 2 ചെയ്താൽ നമുക്ക് കിട്ടും 18 സെന്റിമീറ്റർ. അപ്പൊ അതാണ് നമ്മുടെ ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു three equal rhombus are drawn as shown below. എന്താണ്? റോംബസ് ആണ്. 3 ഈക്വൽ ആയിട്ടുള്ള റോംബസസ് ആണ് താഴെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഡ്രോ ദ ഫിഗർ വിത്ത് കറക്റ്റ് മെഷർമെന്റ്സ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് സിമ്പിൾ ആണ്, വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന മെഷർമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ റോംബസും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ എന്താണ് ഇവിടെ 120, 60 ഒക്കെ എടുത്ത് നമ്മൾ മെഷർമെന്റ് കറക്റ്റില് ഈ ഫിഗർ വരച്ചു നോക്കാം. ഓക്കെ, ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? Electricity consumption of 30 families in the locality are given in the table below. Draw a histogram. അപ്പൊ അടുത്തതും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാര് വരച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. The perimeter of a rectangle 48 centimeters. The ratio between length and breadth is 5:3. അപ്പോ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 48 സെന്റിമീറ്റർ ആണ്. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ L plus B എന്തായിരിക്കും? അപ്പൊ നമുക്ക് നോക്കി നോക്കാം L plus B എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. പെരിമീറ്റർ എത്ര? പെരിമീറ്റർ 48 ആണ് തന്നിട്ടുണ്ട്. Then L is to B, അതായത് ലെങ്ത് is to breadth എന്ന് പറയുന്നത് 5:3 ആണ്.
ഓക്കെ, നമുക്ക് എന്താ ഈ L plus B നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ അതിൽ L plus B വരും. അതായത് 2 into L plus B which is equal to ആണ് എന്ത്? 48. അങ്ങനെയാണെങ്കിൽ വെറും L plus B കാണാൻ നമ്മൾ 48, ഇവിടെ എന്താണ് ഇൻറ്റു ആയി കിടക്കുന്നത്, ഇങ്ങോട്ട് വരുമ്പോ ബൈ ആവും. 48/2 48/2 ചെയ്താൽ നമുക്ക് കിട്ടും 24. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പൊ എന്താ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാന് നമുക്ക് തന്നിട്ടുണ്ട്. റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അതായത് 5 + 3 which is equal to 8 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 24നെ 24 into ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ 5/8 ചെയ്യാം. അപ്പൊ നമുക്ക് ലെങ്ത് കിട്ടും. ഇനി ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ 24 into 3/8 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത് 15 സെന്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് നമുക്ക് 9 സെന്റിമീറ്റർ എന്നും കിട്ടും. If the breadth is increased by 1 centimeter, then find the ratio between length and breadth. എന്താണ് ലെങ്ത് 1 സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ when the breadth ആണ്, when the breadth is increased by 1 centimeter, ന്യൂ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഇപ്പോഴത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ന്യൂ ബ്രെഡ്ത്ത് ഇവിടെ എഴുതാം. ന്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും. +1 ആണ്. 9 + 1 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്താ വരിക? ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15:10 എന്തായിരിക്കും? 10 ആയിരിക്കും. 15:10 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? 3:2 ആണ് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വരക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Draw the quadrilateral with the measurements given below. ഇത് തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വാഡ്രിലാറ്ററൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ അതും വരയ്ക്കാൻ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ കറക്റ്റ് മെഷർമെന്റ് എടുക്കുക, നമ്മൾ നല്ലപോലെ അത് വരച്ച് നോക്കാം. മെഷർമെന്റ്സ് ചെക്ക് ചെയ്യണം വരക്കുമ്പോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? x is equal to -5, y is equal to -6, z is equal to 4. അങ്ങനെയാണെങ്കിൽ x minus y എത്രയാണ്? ഇവിടെ ഓക്കെ, ഇവിടെ ചെയ്ത് നോക്കാം. x എന്ന് പറയുന്നത് -5 ആണ്, y എന്ന് പറഞ്ഞത് -6 ആണെങ്കിൽ 6 ആണ്. അങ്ങനെയാണെങ്കിൽ x minus y എന്ന് പറഞ്ഞാൽ -5 -6 ആണ്. ഓക്കെ, then രണ്ട് മൈനസ് ഒപ്പം വന്നാൽ അത് എന്താവും? അത് പ്ലസ് ആവും. -5 + 6 എന്നാവും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുമ്പോ എന്താണ്? വലുതീന്ന് നമ്മൾ ചെറുത് കുറക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വലുതിന്റെ ചിഹ്നം ഇടുക. വലുതീന്ന് നമ്മൾ ചെറുത് കുറക്കുമ്പോ 1 കിട്ടും, വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ +1 ആണ് ഇതിന്റെ ആൻസർ. ഇനി എന്താ? x minus y into z ആണ്. ഓക്കെ, അപ്പൊ x എന്ന് പറഞ്ഞാൽ -5 ആണ്, y എന്ന് പറഞ്ഞാൽ -6 ആണ്. പിന്നെന്താ? അതേ ഇൻറ്റു എന്താണ്? z എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ -5 ഇത് രണ്ടും കൂടി പ്ലസ് ആവും, 6 ആവും, വെളിയിൽ എന്താണ്? ഒരു 4 ഉണ്ടായിരിക്കും. ഈ 4 എന്താണ്? ഈ 4 into -5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -20 കിട്ടും. 6 into 4 എന്ന് പറഞ്ഞാൽ 24 ആണ്. -20 + 24 എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക 4, വലുതിന്റെ ചിഹ്നം ഇടുക പ്ലസ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? പ്ലസ്. ഇനി അടുത്തത് എന്താ? check whether x minus yz and xz minus yz are equal or not. അപ്പൊ from B and C നമുക്ക് എന്ത് കിട്ടും? C എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. from B and C നമുക്ക് കിട്ടും എന്ത്? xz
x minus y into z which is equal to xz minus yz ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.